പ്രൈസ് ലോർഡ്. യേശുക്രിസ്തു നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഊസ് ദേശക്കാരനായ ഇയ്യോബ്, ദൈവം ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞത്, നീതിമാൻ, നിഷ്കളങ്കൻ, ദോഷം വിട്ടകലുന്നവൻ. യോബിന് 10 മക്കളും ധാരാളം മൃഗസമ്പത്തും അനവധി ദാസികളും ഉണ്ടായിരുന്നു. അവരിൽ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കുക പതിവായിരുന്നു. യോബ് സന്തോഷവാനായി ജീവിച്ചിരുന്നു. പക്ഷേ യോബിന്റെ മക്കൾ ഏതെങ്കിലും വിധത്തിൽ പാപം ചെയ്ത് ദൈവകോപം വരുത്തി വെക്കുമോ എന്ന് വെച്ച് ഹോമയാഗം കഴിക്കുക പതിവായിരുന്നു. അതിനിടെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി പോന്നു. ആനന്ദമാനന്ദമേ, ക്രിസ്തു ജീവിതമാനന്ദമേ, ആനന്ദമാനന്ദമേ, ദൈവ സൗഭാഗ്യ ജീവിതമേ, ഇത് സൗഭാഗ്യ ജീവിതമേ. യോബിന് ദൈവം കൊടുത്ത അളവറ്റ ദൈവഭക്തിയെ പറ്റി സാത്താന് ഡൗട്ട് തോന്നി. സാത്താൻ വിചാരിച്ചു യോബ് തള്ളിപ്പറയുമെന്ന്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ദൈവഭക്തന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽക്കാൻ ചെല്ലുന്ന സമയത്ത് സാത്താനും കൂടെ ചെന്നു. ദൈവത്തോട് തന്റെ ആവശ്യം ഉന്നയിച്ചു. യോബിനെയും അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക. അതിന് ദൈവം, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു. അവൻ വയലിലിരിക്കുന്ന സമയത്ത് അവൻ ദാസന്മാരെയും മൃഗസമ്പത്ത് നഷ്ടപ്പെട്ടു. യോബ് ഏറെ വിഷമതനായി ഇപ്രകാരം പാടി: എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും, യേശു മാത്രം സമ്പത്താകുന്നു. പെട്ടെന്നാണ് തന്റെ മക്കൾ മരിച്ചു എന്നറിഞ്ഞത്. യോബിനെ ആകെ തളർത്തി കളഞ്ഞു. പക്ഷേ യോബ് ദൈവഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നിന്ദയുടെ പോർവിളിയിൽ തളരാതെ ആ ശുഭതീരത്ത് കാണാമെന്ന പ്രതീക്ഷയോടെ ഇപ്രകാരം പാടി: ചേർന്നിടുമേ വേഗം ഞാനും ആ കൂട്ടത്തിൽ, ശുദ്ധരോടും നിച്ചങ്ങാരാധിപ്പാൻ. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതന്റെ സന്നിധോ ചേർന്നാൽ മതി. പക്ഷേ ഇതിനെ കൊണ്ടൊന്നും യോബിനെ ദൈവത്തെ തള്ളിപ്പറയിപ്പിക്കാൻ, ഭക്തി കളയുവാനും സാത്താന് കഴിഞ്ഞില്ല. സാത്താൻ ദൈവത്തോട് തന്റെ ആവശ്യം ഉന്നയിച്ചു. തൃക്കൈ നീട്ടി അവന്റെ അസ്ഥികളെയും മാംസങ്ങളെയും ഒന്ന് തൊടുക. ഇതാ അവനെ നിന്റെ കയ്യിൽ തന്നിരിക്കുന്നു. പക്ഷേ അവന്റെ പ്രാണന് മേൽ മാത്രം നീ തൊടരുത്. ഈ സമയം യോബ് ഇപ്രകാരം പാടി: കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, നിത്യതേജസ്സിൻ ഖനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല. യോബിന്റെ ശരീരം ആകെ പരിക്കുകളാൽ നിറഞ്ഞു. അവൻ തന്നെത്താൻ ഒരു ഓട്ടുകഷ്ണം എടുത്ത് ചുരണ്ടി ചാരത്തിലിരുന്ന് ഈ സമയം തന്റെ പ്രിയ ഭാര്യ അവനോട് ഇപ്രകാരം പറഞ്ഞു: ഇനിയും നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കുന്ന എന്തിന്? ത്യജിച്ച് കളഞ്ഞ് മരിച്ചു കളക. പക്ഷേ ഇതിൽ നിന്നൊന്നും യോബ് തന്റെ അധരങ്ങളാൽ പാപം ചെയ്തില്ല. യോബ് ഇപ്രകാരം പാടി: പ്രിയരെല്ലാം കൈവിടുമ്പോൾ, പ്രതികൂലമായി മാറിടുമ്പോൾ, പ്രാണപ്രിയായി ഏഴയാതിൽ പ്രാണിയെ നീയും കൈവിടല്ലേ. യോബിന്റെ കഷ്ടതകളെല്ലാം അറിഞ്ഞ് അവന്റെ 3 സ്നേഹിതന്മാർ അവനെ കാണാൻ വന്നു. അവനെ ആശ്വസിപ്പാനും അവന്റെ ദുഃഖത്തിൽ പങ്കുചേരുവാനും. അവർ 7 രാപ്പകൽ അവനോടുകൂടെ താമസിച്ചു. ദൈവത്തെ നിന്ദിക്കുവാനും ത്യജിച്ചു പറവാനും അവനെ നിർബന്ധിച്ചു. പക്ഷേ ഇതിലൊന്നിനും യോബിനെ കൊണ്ട് ദൈവത്തെ ത്യജിച്ചു കളവാൻ സാധിച്ചില്ല. യോബ് പരിക്കളാൽ നിറഞ്ഞ കരമുയർത്തി ഇപ്രകാരം പാടി: രോഗം എന്നെ പീഡിച്ച, ദേഹം ക്ഷയിച്ചാലുമേ, വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിയിടും. അങ്ങനെ എല്ലാവരും അവനെ കാറിത്തുപ്പി. പക്ഷേ അവനെന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. യോബ് ഇപ്രകാരം പാടി: ആരുമേനിക്കില്ല, എന്നെ ഏകനായി തീർന്നുവെന്നോ മാനസത്തിലാതി പൂണ്ടു ഖേദിപ്പാൻ, സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. യോബ് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയാതെ യോബിന്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അനുതപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. തന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് മനസ്സിലായി. യോബ് ഇപ്രകാരം പാടി: ഉന്നതൻ നീ, അത്യുന്നതൻ നീ, നിന്നെ പോലൊരു ദൈവമില്ല. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. യോബ് ഇപ്രകാരം പാടി: നീറിടും വേളയിൽ നീ എനിക്കേകിടും നന്മയിൻ നീരുറവാ. അങ്ങനെ യോബിന് അവന്റെ നഷ്ടമായതെല്ലാം ദൈവം ഇരട്ടിയായി കൊടുത്തു. 4 തലമുറ വരെ കാണുവാനുള്ള ഭാഗ്യം ദൈവം അവന് കൊടുത്തു. മുൻകാലത്തേക്കാൾ അധികം അവൻ പിൻകാലത്തെ ദൈവം അനുഗ്രഹിച്ചു.
യഹോവ അവന് സകല നന്മകളെ കൊണ്ട് മാനിച്ചു. അവന്റെ ദൈവഭക്തി ഇപ്രകാരം പാടി: ഇത്ര നല്ലവനാം പ്രിയനെ ഇത്തരയിൽ രുചിച്ചറിവാ, ഇടയായതിനാലൊടുവിൽ വരെയും എനിക്കെന്നുമെൻ താൻ മതിയാ. പ്രിയ ദൈവമക്കളെ, നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, കഷ്ടങ്ങളും ദുരിതങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് കരുതരുത്. നാം വിളിച്ച ദൈവം വിശ്വസ്തനാകിയാൽ നമ്മെ കരുതുവാൻ അവൻ മതിയായവനാണ്. വിശ്വാസത്തെക്കാൾ പ്രാർത്ഥനയോടെ അവയൊക്കെ നമുക്ക് നേടിയെടുക്കാം. ഗോഡ് ബ്ലസ് യു.